ഹായ് എവരിവൺ, പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നായിരുന്നു നമ്മൾ കണ്ടത്. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് പൈത്തൻ്റെ ബേസിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പൈത്തൺ കമൻറ്റ്സ് എന്താണെന്ന് പരിചയപ്പെടാം. പൈത്തൺ കമൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കോഡിനെ റീഡബിൾ ആക്കാൻ, അതുമല്ലെങ്കിൽ ഒരു കോഡിലെ ഒരു ലൈൻ ഓർ ഒരു സെറ്റ് ഓഫ് ലൈൻസിനെ എക്സിക്യൂട്ടബിൾ ആവാതിരിക്കാൻ, മീൻസ് നമ്മൾ കമൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും പൈത്തൺ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് വെച്ച് ആ ലൈനെ അൺഎക്സിക്യൂട്ടബിൾ ആക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു കമൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കാണാം. ഇപ്പോൾ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഷ് വെച്ചാണ്. ഓക്കെ, ഈ ആഷ് കഴിഞ്ഞ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് കമൻ്റാണ്. ഇങ്ങനെയാണ് കമൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യം മൾട്ടി ലൈൻ കമൻ്റാണ്. മീൻസ് ഈ ഒരു ലൈനല്ല, ഒരു 3-4 അല്ലെങ്കിൽ അതിനും കൂടുതലോ ലൈനിൽ നമുക്ക് കമൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ ആഷ് ഇട്ട് തുടങ്ങി ടൈപ്പ് ചെയ്യുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിപ്പിൾ കോഡ്സ് ആണ്. ഡബിൾ കോഡ്സിൻ്റെ 3 ട്രിപ്പിൾ കോഡ്സ് അല്ല, ഡബിൾ കോഡ്സിൻ്റെ 3. ദെൻ നമ്മൾ സംതിങ് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, സംതിങ് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, സംതിങ് ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഈ ട്രിപ്പിൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇത് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ഹായ്, പ്രിൻറ്റ് ഹലോ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഔട്ട്പുട്ടായിട്ട് കാണിക്കില്ല. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമൻറ്റ്സ്. ഇനി ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തൊരു കോഡിനെ നമുക്ക് അൺഎക്സിക്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് യൂസ് ചെയ്യാന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. നമ്മൾ ഇപ്പോൾ ഈ ഒരു ലൈനാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഫ്രണ്ടിൽ ഒരു ആഷ് ഇട്ട് കൊടുക്കും. സോ ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് അൺഎക്സിക്യൂട്ടബിൾ ആണ്. സോ അത് റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടൊന്നും കാണിക്കില്ല. ഇത്രേ ഉള്ളൂ കമൻറ്റ്. അടുത്തതായി നമുക്ക് കമൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പൈത്തണിലെ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പൈത്തണിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. പൈത്തൺ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേരിയബിൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം അറ്റ് ദ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. x = 5 അല്ലെങ്കിൽ 4 എനി നമ്പർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എക്സിലേക്ക് 4 എന്ന് പറഞ്ഞ വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ഇതിലെ വേരിയബിൾ. ഇത് നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. ഇനി നമുക്ക് ആവശ്യം ഇപ്പോൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ് നോക്കി. അപ്പോൾ നമ്മൾ ജസ്റ്റ് y = ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ y എന്ന് പറഞ്ഞ വാല്യൂക്കുള്ളിൽ ഇപ്പോൾ ഉള്ളത് ഒരു ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. മീൻസ് വേരിയബിളിനെ ഈക്വൽ ടു അതിനുള്ളിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് x, y, f. കണ്ടല്ലോ, ഇത് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ ഒരു വേരിയബിളിനെ സ്പെസിഫൈ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് കാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ x =
എച്ച് ഈക്വൽ ടു str ഓഫ് സംതിങ്. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു. ശരിക്കും ഈ 2 എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. പക്ഷെ നമ്മൾ കൊടുത്തേക്കുന്ന ഡാറ്റ ടൈപ്പ് അനുസരിച്ച് നമുക്ക് അതിനെ കാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഡാറ്റ ടൈപ്പ് ക്യാരക്ടറിൻ്റെ ഡാറ്റ ടൈപ്പാണ്. ക്യാരക്ടറിന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് str ആണ്. str. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എച്ച്. ഓക്കെ, ഞാൻ റൺ ചെയ്തു. നമുക്ക് 2 പ്രിന്റ് ചെയ്തു. ബട്ട് ആക്ച്വലി ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ അല്ല നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. അത് ശരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത് ഒരു സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ സ്ട്രിങ്ങിന് പകരം ഇൻറ്റീജർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കാം. പിന്നെ ഫ്ലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലോട്ട് എന്ന് കൊടുക്കുമ്പോൾ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 2 എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു ഡെസിമൽ, ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു ഡെസിമൽ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ അതാണ്, ഇങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് അറിയണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല കൊടുക്കുന്നത്, എച്ച് ഈക്വൽ ടു 2 ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ടൈപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓഫ് ആ വേരിയബിൾ. നമ്മൾ കോഡ് റൺ ചെയ്യുക. കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ടൈപ്പ് ക്ലാസ് ഇൻറ്റ്, അതൊരു ഇൻറ്റീജർ ടൈപ്പാണ് നമുക്ക് ഔട്ട്പുട്ടായി കാണിച്ചു. ഓക്കെ, അതേപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. മീൻസ് ഇപ്പോൾ ഇതൊരു സ്മോൾ ലെറ്റർ എച്ച് ആണ്, എച്ച് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. നമ്മൊരു ക്യാപിറ്റൽ ലെറ്റർ എച്ചിൻ്റെ ഉള്ളിൽ വേറൊരു വാല്യൂ കൊടുത്തു. നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വാല്യൂവിനെ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എക്സിലിരിക്കുന്ന വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ എച്ചിലിരിക്കുന്ന വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്യില്ല. മീൻസ് ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്മോൾ ലെറ്റർ എക്സിലാണ്, എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ എക്സിലാണ് 3 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഓവർ റൈറ്റ് ചെയ്ത് പോവില്ല. പക്ഷെ നമ്മൾ ഈ എച്ച് ഈക്വൽ ടു 2 ആൻഡ് സ്മോൾ ലെറ്റർ എച്ച് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ എക്സിലെ 2 എന്ന് പറഞ്ഞ വാല്യൂവിനെ 3 കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യും. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് എ, ഇത് സ്മോൾ ലെറ്റർ എ, നമ്മൾ പ്രിന്റ് എ കോമ എ കൊടുത്തു, പ്രിന്റ് ചെയ്തു. രണ്ടിനും വാല്യൂ മാറുന്നില്ല. ബട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ ഇങ്ങനെയാന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തല്ല എന്ന് പറയുന്നത് റൺ ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് ചെയ്യുന്നത് 3 ആണ്. ഈ എയിലിരിക്കുന്ന 2 എന്ന് പറഞ്ഞ വാല്യൂവിനെ 3 കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയും സ്മോൾ ലെറ്റർ ആയും രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടിലെയും സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഓവർ റൈറ്റ് ചെയ്യുകയില്ല. അടുത്തതായി നമുക്ക് വേരിയബിൾ നെയിംസ് നോക്കാം. വേരിയബിൾ നെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്ന എ ബി സി അല്ലെങ്കിൽ ഒരു വേർഡ്, അങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്, അതിനാണ് വേരിയബിൾ നെയിംസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏജ് ഈക്വൽ ടു 27 ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ ഏജ് എന്ന് പറഞ്ഞാൽ 27 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. ഈ ഏജ് എന്ന് പറയുന്നതിനാണ് വേരിയബിൾ നെയിം എന്ന് പറയുക. അപ്പോൾ ഈ വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഒരിക്കലും വേരിയബിൾ നെയിം ഒരു ന്യൂമറിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് ഒരു തെറ്റായ സിൻടാക്സ് ആണ്. അതേപോലെ തന്നെ
ഉണ്ടോ, ഇൻവാലിഡ് സിൻടാക്സ് കാണിക്കും. അതേപോലെ ഹൈഫൺ, ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇടയ്ക്ക് നമ്മൊരു ഹൈഫൺ ഇട്ടു. ഇങ്ങനെ അടിച്ചാലും അതൊരു സിൻടാക്സ് ആണ്. ഇത് ശരിക്കും മൈനസ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, പിന്നെ അതേപോലെ സ്പേസ്, ഇപ്പോൾ ഒരു വേർഡിനുള്ളിൽ ഇങ്ങനെ സ്പേസ് വെച്ച് നമ്മൾ ഒരു നെയിം ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതും സിൻടാക്സ് എററാണ്. നമുക്ക് വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വേരിയബിളിന് നെയിം കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ my age 25. print my age. ഓക്കെ, പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആവാം. നമ്മൾ ഇവിടെ മാറ്റുന്നതനുസരിച്ച് ആ വേരിയബിൾ തന്നെ ഇവിടെയും മാറ്റണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അതേപോലെ ഇടയിലുള്ള അക്ഷരം ക്യാപിറ്റൽ ആവാം, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ന്യൂമറിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഹൈഫൺ യൂസ് ചെയ്യാൻ പാടില്ല, ഇടയിൽ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ വേരിയബിളിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂ അസൈൻ ചെയ്യാം. ഇപ്പോൾ എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു നമ്മൾ മൂന്ന് വാല്യൂസ് കൊടുക്കണം. ഇപ്പോൾ ഓറഞ്ച്, ഗ്രേപ്പ്, ആപ്പിൾ, 3 വാല്യൂസ് കൊടുത്തു. ഇനി നമ്മൾ ഇതിന് പ്രിൻ്റ് ചെയ്ത് നോക്കാണ്. പ്രിൻ്റ് എക്സ് ഞാൻ നേരത്തെ പറഞ്ഞു കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തത് ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എച്ച് തന്നെ കൊടുക്കണം. പ്രിൻ്റ് വൈ പ്രിൻ്റ് സെഡ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓറഞ്ച്, ഗ്രേപ്പ്, ആപ്പിൾ. നമുക്ക് ഒരു ടൈമിൽ ഒരു ലൈനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു സിംഗിൾ വാല്യൂവിനെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഈ ഒരു 3 വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെറ്റ് ഇത്രയും കൊടുത്താൽ മതി. ഇപ്പോൾ 3നും സെയിം വാല്യൂ കയറിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ ഈക്വൽ ടു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ 3 ഇത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഓക്കെ എവിടെയുണ്ടോ ഓക്കെ ഇപ്പോഴാണ് ശരിയായത്. ഇപ്പോൾ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ 3 വാല്യൂസ് കൊടുത്തു. ഇനി ഈ 3 വാല്യൂസിനെ നമുക്ക് 3
വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു നമ്മുടെ ലിസ്റ്റിൻ്റെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുത്തു. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് എക്സ് പ്രിൻ്റ് വൈ പ്രിൻ്റ് സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3 വാല്യൂവിലും 3 വേരിയബിൾസിലും 3 വാല്യൂസ് നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ അൺപാക്കിംഗ് കളക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിളിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു വാല്യൂവിനെ ഒരു എക്സിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്, അതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ y ഈക്വൽ ടു ഒരു ക്യാരക്ടർ. അപ്പം നമുക്കിതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. കോൺകാറ്റിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനും കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറഞ്ഞ സിമ്പലാണ്. നമുക്ക് സി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇൻറ്റീജർ വാല്യൂയും ഒരു ക്യാരക്ടർ വാല്യൂയും കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻറ്റീജർ വാല്യൂയും ഒരു ക്യാരക്ടർ വാല്യൂയും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂയും ഒരു ക്യാരക്ടർ വാല്യൂയും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഇൻറ്റീജർ വാല്യൂയും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാം. ഞാൻ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എറർ അടിക്കുന്നത് കാണാം. കണ്ടോ, ഓപ്പറൻറ്റ് ടൈപ്പ് S4 പ്ലസ് ഇൻറ്റ് ആൻഡ് str. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ കാസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. str ഓഫ് എക്സ് പ്ലസ് വൈ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി 2a. ഇങ്ങനെയാണ് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഔട്ട്സൈഡ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻസൈഡ് എ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ആ ഒരു വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഒരു വേരിയബിൾ, ഇങ്ങനെയാണ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ വരുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.